ആകാശത്ത് നിന്ന് മഴ ചൊരിയുകയും ഭൂമിയിലൂടെ വെള്ളമൊഴുക്കുകയും ചെയ്ത് ഷെയ്ഖ് എന്നാ വിളിക്കുന്നത്. ആകാശത്ത് നിന്ന് മഴ ചൊരിയുന്നത് ഷെയ്ഖാണോ? റബ്ബല്ലേ, റബ്ബാണ് മഴ ചൊരിയുന്നത് എന്ന് ഖുർആൻ ഖണ്ഡിതമായി പറഞ്ഞതിന് വിരുദ്ധമായി ഷെയ്ഖെ അങ്ങാണ് ഞങ്ങൾക്ക് കാവൽ നൽകുന്നത്, അങ്ങാണ് മഴ ചൊരിയുന്നത്, അതുകൊണ്ട് എന്റെ പ്രയാസങ്ങൾ ദൂരീകരിക്കണമേ എന്ന് ഷെയ്ഖിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. ഇതാണ് കുത്തുബിയത്ത്. കുത്തുബിയത്ത് നടത്തിയാൽ കാഫറായി. കുത്തുബിയത്ത് ചൊല്ലിയവൻ കാഫറായി, ഇസ്ലാമെന്ന് പുറത്തുപോയി. അവൻ തൗബ ചെയ്ത് ഷഹാദത്ത് ചൊല്ലി ഇസ്ലാമിലേക്ക് തിരിച്ചു വരണം. ഇതുപോലുള്ള ഈ കുത്തുബിയത്ത് എന്ന് പറഞ്ഞാൽ തരീഖത്തുകാരുടേതാണ്. അത് പിന്നീട് മതസംഘടനകളും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഏറ്റെടുത്തു. ഖുർആൻ പറഞ്ഞു അയുശ്രികൂന മാ ലാ യഖ്ലുഖു ശൈഅൻ വഹും യുഖ്ലഖൂൻ. യാതൊന്നിനെയും സൃഷ്ടിക്കാത്ത എന്നാൽ സ്വയം സൃഷ്ടികളായിട്ടുള്ള ആളുകളെ നിങ്ങൾ അല്ലാഹുവിന് മാത്രം കൊടുക്കേണ്ട ഇബാദത്തും പ്രാർത്ഥനയും കൊടുക്കാൻ വേണ്ടി പങ്കുചേർക്കുകയാണോ? ആരോടാണ് നിങ്ങൾ വിളിച്ച് സഹായം തേടുന്നത്? വലാ യസ്തതിഊന ലഹും നസ്റൻ, അവർക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയുകയില്ല. വലാ അൻഫുസഹും യൻസുറൂൻ, അവർക്ക് സ്വന്തം കാര്യങ്ങളിൽ പോലും സഹായിക്കാൻ കഴിയില്ല. മനസ്സിലായില്ലേ? ഒരപകടത്തിൽ പെടുമ്പോൾ സ്വയം എങ്ങനെ രക്ഷപ്പെടുമെന്ന് അറിയാത്തവരെ വിളിച്ചിട്ടാണ് എന്നെ രക്ഷിക്കണേ എന്ന് പറയുന്നത്. അതിന് സ്വയം പോലും സഹായിക്കാൻ കഴിയുകയില്ല എന്നും ഖുർആൻ വ്യക്തമായി പഠിപ്പിച്ചത് പിന്നെ സൂറത്തുൽ അഅറാഫിൽ നമുക്ക് കാണാം. വമൻ യദൂ മഅല്ലാഹി ഇലാഹൻ ആഖറ ലാ ബുർഹാന ലഹു ബി, അല്ലാഹുവെ കൂടാതെ മറ്റ് ഇലാഹുകളോട് ദുആ ചെയ്യുന്നവന് പ്രമാണങ്ങളില്ല. ഫഇന്നമാ ഹിസാബുഹു ഇൻദ റബ്ബി, വിചാരണ റബ്ബിന്റെ അരികിൽ മാത്രമാണ്. ഇന്നഹു ലാ യുഫ്ലിഹുൽ കാഫിറൂൻ, സൃഷ്ടികളോട് പ്രാർത്ഥന നടത്തുന്ന ഇത്തരം കാഫിറുകൾ ഒരു കാലത്തും വിജയിക്കുകയില്ല എന്ന് കൃത്യമായി പഠിപ്പിച്ചു.